നമസ്തേ. അടുത്ത വാക്യം നമുക്ക് പറയാം. അതായത് സാമവേദ സംബന്ധിയായ ഛാന്ദോഗ്യ ഉപനിഷത്തിലെ വാക്യമാണ് തത്വമസി. തത് അത്, ത്വം നീ, അസി ആകുന്നു. എല്ലാവർക്കും അറിയാൻ പറ്റും, ഇത് സംസ്കൃത വേർഡാണ്. ഹിന്ദിയിലും നമ്മൾ ഇതേ അർത്ഥമാണ് പറയുന്നത്. അപ്പം അത് നീ ആകുന്നു, ഇത് നമ്മളെല്ലാവരും അറിയാൻ പറ്റും. ഇത് എല്ലായിടത്തും ഉള്ളതാണ് ഈ സന്ദേശം, ഈ വാക്യം. നമ്മൾ 41 ദിവസത്തെ വ്രതമെടുത്ത് ഈ സ്റ്റേറ്റിലുള്ള എല്ലാ ആൾക്കാരും ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു വലിയ ബോർഡ് ഉണ്ടാവും. പക്ഷേ എത്ര പേര് ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആന്തരാർത്ഥം തേടി പോകുന്നു എങ്കിൽ അവർ രക്ഷപ്പെട്ടു. അപ്പം അത് നീ ആകുന്നു എന്ന് അവിടെ ഒരു ബോർഡ് വരാൻ എന്താ കാര്യമെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും 10,000-ൽ ഒരുവനെങ്കിലും അന്വേഷിച്ചെങ്കിൽ നമ്മളെ നാടൊക്കെ രക്ഷപ്പെട്ടു പോയാൽ. അപ്പം ഇതിൻ്റെ അർത്ഥം ഈ സൃഷ്ടി ഉണ്ടാവുന്നതിന് മുമ്പ്, അതായത് നാമരൂപമായ ഒരു സത്ത മാത്രമാണ് സൃഷ്ടി ആവിർഭവിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. പ്രളയവും സൃഷ്ടിയുമാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പം നാമരൂപമായൊരു സത്ത മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അദ്വിതീയമായിരുന്നത്. അറിയാം, ഏകരൂപവുമായിരുന്നു, അദ്വിതീയവുമായിരുന്നു. എന്താണ് അദ്വിതീയമെന്ന് പറയുന്നത്? രണ്ടില്ല, ഏകമായിരുന്നു. അപ്പം ഈ ഏകമായ സത്യരൂപം, നമ്മൾ മറ്റുള്ള ആൾക്കാരെല്ലാം പറയും ഞങ്ങൾ ഏകദൈവത ആരാധനയാണെന്ന്. നമ്മൾ ഹിന്ദുക്കളും ഇത് തന്നെയാണ്. ഈ ഏകരൂപമായ സത്യാരാധന മാത്രമാണ് അന്നും ഇന്നും എപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ, നിലനിന്നും പോകുന്നുള്ളൂ. അപ്പോൾ ആ സത്യരൂപമായ ആ സൃഷ്ടിക്ക് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന ആ രൂപം, അതിനെ ഇപ്പം ഒരു ഭക്തൻ്റെ അടുത്ത് പറയുന്നു നീ അതാകുന്നു എന്ന് പറയുമ്പോൾ, ശബരിമലയിൽ അത് എഴുതി വയ്ക്കുമ്പോൾ ആ ഭക്തൻ മനോമാലിന്യങ്ങൾക്ക് അടിമപ്പെടാതെ അവൻ്റെ ശരീരത്തിൽ ഈ അദ്വിതീയനും ഏകനുമായിരിക്കണം അവൻ പുറത്തുള്ള ചിന്തകളിൽ നിന്നെല്ലാം മുക്തനായി അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത് അവൻ സാക്ഷാൽ ബ്രഹ്മമായിട്ട് ദ്വിതീയത മറന്ന് ഏകനായിട്ട് ബ്രഹ്മമായിട്ട് മാറുമ്പം മാത്രമേ അവൻ അത് നീയാകുന്നു എന്ന് പറയൂ. കാരണം അത് ബ്രഹ്മമാകുന്നു എന്ന് പറയൂ. അല്ലാതെ അവിടെ ചെന്നിട്ടുള്ള എല്ലാവരും ഈ ശബരിമലയിൽ ഇന്ന് നാളെ ഞാൻ മലയ്ക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഇന്ന് മാലയുമിട്ട് ഇന്ന് പോയി 10 പേര് പോകുന്നെങ്കിൽ 5 പേര് ബിവറേജസ് ചെന്ന് ക്യൂ നിന്ന് അവിടുന്ന് പലതരത്തിലുള്ള ബ്രാൻഡ് ഐറ്റംസും വാങ്ങി അവരുടെ ജീവിത സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് ശബരിമലയിൽ പോയിട്ട് മലയ്ക്ക് പോയിട്ടുള്ളവർക്കല്ല അത് തത്വമസി എന്ന് എഴുതിയ ബോർഡ് കാണേണ്ടത്. അവർ അത് നീ ആകുന്നു എന്ന് പറയുമ്പം അവിടെ ഇരിക്കുന്ന പരമ്പൊരുൾ നിങ്ങളോട് പറയേണ്ടത് നിങ്ങൾ അതിന് തുല്യമാവണം എന്നാണ്. ആ ബ്രഹ്മമായി മാറിയെങ്കിൽ മാത്രമേ തത്വമസിക്ക് അർഹനാവൂ. അതാണ് 3ാമത്തെ വാക്യം. അത് എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ വാക്യം. അത് പ്രധാനപ്പെട്ട ഉപനിഷത്ത് വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ മാത്രം നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി. ഇനി 4ാമത്തെ വാക്യമുണ്ട്, അയമാത്മ ബ്രഹ്മ. നന്ദി, നമസ്കാരം.